പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 21 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നാം ഏവരും അനുഭവിച്ച എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം 4 വാക്യം. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 46 വേഴ്സ് 4 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. തന്റെ സ്വന്തം ജനമായ ഇസ്രയേലിനോട്, യാക്കോബ് ഗ്രഹത്തോട് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്ന സ്വർഗീയ അഷ്വറൻസ് ആണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അതെ, ഒരു മനുഷ്യന്റെ ജനനം, അതിന് കാരണമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവം. നരയ്ക്കുവോളം ചുമക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിത അവസാനം വരെ പരിപാലിക്കുവാൻ, വഹിക്കുവാൻ, കരുതുവാൻ മതിയായ ഒരു ദൈവം. അതെ, ആ വാക്യം അവസാനിക്കുന്നത് ഇത് വെറുതെ പറയുകയല്ല, ഇസ്രയേലേ, ഞാൻ നിന്നെ ഈ നിലയിൽ വഹിക്കുകയും ചുമക്കുകയും വിടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ ജനതയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതല്ല, വ്യക്തമായ അറിവുണ്ട്. അവരെ നടത്തിയ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ പരിപാലിച്ച ഒരു സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പറയുകയാണ്, ശേഷിപ്പുള്ള ഇസ്രയേൽ ഗ്രഹമേ, യാക്കോബ് ഗ്രഹമേ, എന്റെ ജനമായ ഏവരുമേ, ഞാൻ നിങ്ങളെ ചുമക്കുകയും വഹിച്ച് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അനേക കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇനിയും എന്റെ കാര്യം മുൻപോട്ട് എങ്ങനെയാണ്, എന്തായിത്തീരും, ആര് എന്റെ കാര്യം നോക്കും? പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ, പ്രത്യേകാൽ മധ്യ തിരുവിതാംകൂറിൽ വാർദ്ധക്യ മാതാപിതാക്കൾ മാത്രമുള്ള ഭവനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ ഉപജീവനാർത്ഥം അന്യ സംസ്ഥാനങ്ങളിലോ മിഡിൽ ഈസ്റ്റിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ജോലിയോടുകൂടെ പാർക്കുകയാണ്. ഈ മാതാപിതാക്കളെ നാം വിളിക്കുന്നു, സ്നേഹം പങ്കുവെക്കുന്നു, ആവശ്യത്തിലേറെ പണം കൊടുക്കുന്നു. പക്ഷേ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്. എനിക്കൊരാവശ്യം വന്നാൽ എന്റെ കാര്യം ആര് നടത്തും? എന്താണ് എന്റെ അവസ്ഥ? എന്നെ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുമോ? എനിക്കൊരു ക്ഷീണമുണ്ടായാൽ എന്റെ അവസ്ഥ എന്താണ്? ഞാൻ ആൺമക്കൾക്ക് ആൺമക്കളെയും പെൺമക്കൾക്ക് പെൺമക്കളെയും ജീവൻ നൽകി, അഥവാ അവരെ പോറ്റി വളർത്തി ആരോഗ്യമുള്ളവരായി, ഉദ്യോഗസ്ഥരായി,
നന്മയുള്ളവരായി വളർത്തിവിട്ടു. പക്ഷേ ഈ അന്ത്യകാലത്ത് എന്റെ അവസ്ഥ എന്താണ്? ഞാൻ ഒറ്റപ്പെട്ടു, ഏകയാണ്. ഇത് ഇന്നിന്റെ ഒരു വലിയ കാഴ്ച തന്നെയാണ്, ഒരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു. മകൾ പ്രിയപ്പെട്ടവർ നോക്കിയില്ലെങ്കിലും നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ചോദ്യം ബാക്കിയാണ്. നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം കൂടെയുണ്ട്. പക്ഷേ 70, 80, 90 കഴിഞ്ഞ് ക്ഷീണത്തിലും വാർദ്ധക്യത്തിലും ഒറ്റയ്ക്കുമായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ വചനം മതിയോ? ഈ വചനം കൊണ്ട് വിടുതലാവുമോ? സൗഖ്യമാകുമോ? ഇതൊരു ചോദ്യചിഹ്നമല്ലേ? നിശ്ചയമായും ചോദ്യചിഹ്നമാണ്. ഇവിടെയാണ് അവർ വിശ്വസിക്കുന്ന, അഥവാ നമ്മുടെ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കരുതൽ അവരറിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് വ്യക്തമായി പറയട്ടെ, സ്വന്തം മക്കളാൽ കരുതപ്പെട്ടില്ല എങ്കിലും, അഥവാ ഫിസിക്കലി അവർ ട്രീറ്റ് ചെയ്തില്ല എങ്കിലും, തമ്പുരാൻ അവർക്ക് വേണ്ടി ആരെയെങ്കിലും ഒക്കെ ഒരുക്കും, ഇന്നുവരെ ഒരുക്കിയിട്ടുമുണ്ട്. അർത്ഥാൽ ഞാനും നിങ്ങളും വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവും ഒന്നിലുമില്ല. കാരണം സ്വർഗത്തിലെ ദൈവം നരയ്ക്കുവോളം ചുമക്കുവാൻ മതിയായ ദൈവമാണ്. എന്ന് പറയുമ്പോൾ അതിന്റെ 3, 4 ഒക്കെ വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ, അതെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ, ഗർഭത്തിൽ വഹിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുൻപേ എന്നെയും നിങ്ങളെയും അറിഞ്ഞ ദൈവം നിശ്ചയമായും നമ്മുടെ അന്ത്യം എങ്ങനെയാണെന്ന് നമ്മെക്കാട്ടിൽ മുൻപേ, അതെ, ആദിയിൽ തന്നെ അവസാനവും അറിയുന്ന സ്വർഗത്തിലെ ദൈവം വ്യക്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട്, അത് ഒറ്റപ്പെടലിന്റെ വേദനയായിരിക്കാം, ഏകാന്തതയായിരിക്കാം, ആരോഗ്യ പ്രയാസമായിരിക്കാം, മാനസിക വിഷയങ്ങളായിരിക്കാം, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളെ ഓർത്തായിരിക്കാം, മക്കളുടെ വിവാഹമോ ജോലിയോ വിസയോ വിദ്യാഭ്യാസമോ അവരുടെ നിലനിൽപ്പോ എന്തുമായിരിക്കാം. അല്ല, നാം ഇപ്പോൾ കേട്ടതുപോലെ നമ്മളുടെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളായിരിക്കാം. അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഭവനങ്ങളിലായിരിക്കാം. അവരുടെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട്, അവർ വളർന്നു വന്ന ജീവിച്ച ചുറ്റുപാട് കൊണ്ട് മറ്റൊന്നിനും തയ്യാറാകാതെയും ഒന്നിനും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ അവർ ചിലപ്പോൾ അഡമന്റ് മെന്റാലിറ്റിയുമായിരിക്കാം. എവിടെയാണെങ്കിലും ഇവയൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, എന്നെ നിങ്ങളെയും ഉള്ളതുപോലെ അറിയുകയും വ്യക്തമായി പരിപാലിക്കുകയും നരയ്ക്കുവോളം ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ശനിയാഴ്ച രാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായും ശക്തമായും നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ആകിയാൽ വിവിധങ്ങളായ വിഷയത്തിൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് മനം കലങ്ങുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ, നിങ്ങൾ ദൈവസന്നിധിയിൽ വിഷയം പകരുക. നിശ്ചയമായും നമുക്കതിനു വേണ്ട തക്ക പരിഹാരം തമ്പുരാൻ ഒരുക്കി തരും. അതെ, എങ്ങനെയാ ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആളിനെ ഒരുക്കേണ്ടിടത്ത് തമ്പുരാൻ ആളിനെ ഒരുക്കും. ദൂതനെ അയക്കേണ്ടിടത്ത് ദൂതനെ അയക്കും. വേണ്ട ക്രമീകരണങ്ങൾ ഏത് വിധത്തിൽ ചെയ്യണമെന്ന് തമ്പുരാൻ അറിയാം. അല്ല, നമ്മളെ തന്നെ അയക്കണോ, അതും ദൈവത്തിനറിയാം. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും, ഞാൻ ചെയ്യുകയില്ല എന്നും, ഞാൻ പോകത്തില്ല എന്നും ഒക്കെ പ്രത്യേക സന്ദർഭങ്ങളിൽ നാം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്താലും തമ്പുരാൻ പദ്ധതി ചെയ്തതുപോലെ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും.
എന്നെ അയക്കേണ്ടടുത്ത് തമ്പുരാൻ എന്നെ അയക്കും. ആളിനെ അയക്കേണ്ടടുത്ത് ആളിനെ അയക്കും. ചിലർ ചോദിക്കും, ദൈവം എന്താ നൂലെ കെട്ടിത്തരുമോ? യെസ്. എന്തുകൊണ്ടല്ല? ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ശനിയാഴ്ച അതിരാവിലെ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ എന്റെ ശ്രോതാക്കളോട് പറയട്ടെ, നൂലേലിറക്കി തരഞ്ഞെടുത്ത് തമ്പുരാൻ നൂലേലിറക്കുകയും കയറിലിറക്കി തരഞ്ഞെടുത്ത് കയറിലിറക്കുകയും വടം കെട്ടി ഇറക്കേണ്ടടുത്ത് വടം കെട്ടി ഇറക്കുകയും ആളിനെ കൊണ്ട് എത്തിക്കുന്നിടത്ത് അങ്ങനെ തരികയും ശത്രുവിനെ കൊണ്ട് ഒരുക്കണമെങ്കിൽ ശത്രുവിനെ കൊണ്ട് മേശയൊരുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര സഹോദരി, എന്തിന് വിഷമിക്കണം? എന്തിന് ഭാരപ്പെടണം? എന്തിന് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുത്തണം? നമ്മുടെ സ്വസ്ഥത കളയണം? തമ്പുരാനിൽ പരിപൂർണമായി അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിനം ആരംഭിക്കുക. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? എന്താണ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്? എന്താണ് നിങ്ങളുടെ ഭാരപ്പെടുത്തുന്ന, ഇതുവരെയും മാറാത്ത, നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം? അവയെല്ലാം ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക, ആ വചനത്തിൽ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ എന്നോട് ചേർന്ന് ഇങ്ങനെ വിളിച്ചു പറയുക, നിശ്ചയമായും ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. ഈ വചനം പോലെ എന്റെ ജീവിതത്തിൽ, എന്റെ ഭവനത്തിൽ, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ കുടുംബാംഗങ്ങൾക്ക്, എന്റെ മക്കൾക്ക് സംഭവിക്കും. തമ്പുരാൻ അവരെ തന്റെ കരങ്ങളിൽ ചുമന്ന് വഹിച്ച് വിടുവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമ്മുടെ തലകളെ വണക്കാം, ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ അതാതിടങ്ങളിൽ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഞങ്ങൾ എവിടെയായിരുന്നാലും, ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നാലും നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം അത് വെറുതെ പറയുകയല്ല, വഹിക്കുകയും ചുമക്കുകയും വിടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അനുഭവിച്ച എല്ലാ വിടുതലുകൾക്കായും നന്ദിയോടെ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവജനം കേൾക്കുന്നതിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അപ്പാ, അവരുടേതായിട്ടുള്ള വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്. മാതാപിതാക്കളെ ചൊല്ലി, മക്കളെ ചൊല്ലി, ആരോഗ്യത്തെ ചൊല്ലി, നിയമപ്രശ്നങ്ങളെ ചൊല്ലി, വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങളെ ചൊല്ലി ഇന്നിതാ അടുത്തു വരികയാ. അപ്പനവരെ ചുമക്കണമേ, വഹിക്കണമേ, വിടുവിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന് ദിനമാക്കണം. വചനം ഓരോ വ്യക്തികളിലും ക്രിയ ചെയ്യണം, വിടുതലായി ഭവിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമുക്ക് വേണ്ടി ഉള്ളിടത്തോളം കാലം ഭാരപ്പെടരുത്, പതറരുത്, അവിശ്വസിക്കരുത്. ഇന്നത്തെ വാഗ്ദത്ത വചനം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി പറഞ്ഞത് കൊണ്ടല്ല, അതെ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനത്താൽ ഉറപ്പുവരുത്തിയതിനാൽ വിശ്വസിച്ച് ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.